പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ഇനി പത്രവാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് തിരക്കുണ്ടെന്നറിയാം. വെള്ളിയാഴ്ചയാണ്, പ്രവൃത്തി ദിനമാണ്, എങ്ങും അവധിയില്ല, മഴയുടെ മുന്നറിയിപ്പുകളൊന്നുമില്ല, തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ ഗൃഹപാഠങ്ങളൊക്കെ ചെയ്യണ്ടേ? അവരെഴുന്നേൽക്കാത്തവരുണ്ടെങ്കിൽ അവരെയൊക്കെ എഴുന്നേൽപ്പിക്കുക. മടിയന്മാരായിട്ട് ഇങ്ങനെ ചുരുടുകൂടി കിടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് തട്ടി വിളിച്ചോളൂ. ഇനി പത്രവാർത്തകളുടെ സമയമാണ്. വാർത്തകൾ കേൾക്കാം. സമഗ്രമായി തന്നെ നമുക്ക് എല്ലാ വാർത്തകളും പരിശോധിച്ചു പോകാം, എഡിറ്റോറിയലുകൾ അടക്കം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാ പത്രങ്ങളും എന്ന് പറയുമ്പോൾ മനോരമ, മാതൃഭൂമി, മാധ്യമം, ദ ഹിന്ദു, ഈ പത്രങ്ങളിലൂടെയാണ് നമ്മൾ പ്രധാനമായും കടന്നു പോവുക. നമുക്കാദ്യം മനോരമയിൽ തന്നെ തുടങ്ങാം. പ്രധാനപ്പെട്ട വാർത്തകൾ പല പത്രങ്ങളിലും പലതാണ്. മനോരമയിലും മാധ്യമത്തിലും മാതൃഭൂമിയിലും പ്രധാനപ്പെട്ട ലീഡുകൾ ഒന്ന് തന്നെയാണ്. സ്മാർട്ട് സിറ്റി വിഷയമാണ്. സർക്കാർ കോമ്പൻസേഷൻ കൊടുക്കാൻ പോകുന്നു ടീകോമിന് എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ. ഓവറാണ്, സ്മാർട്ടല്ല എന്ന തലക്കെട്ടിൽ മനോരമയും, നഷ്ടപരിഹാരം വെറുതെയോ എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയും, ഓവർ സ്മാർട്ട് നഷ്ടപരിഹാരം എന്ന രീതിയിൽ മാധ്യമവും ആ വാർത്ത കൈകാര്യം ചെയ്യുന്നുണ്ട്. ദ ഹിന്ദു: കൊച്ചി സ്മാർട്ട് സിറ്റി പ്രൊജക്ട് ഹാസ് നോട്ട് ബീൻ അബാൻഡൻഡ് എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതാണ് വാർത്തയുടെ തലക്കെട്ടാക്കി മാറ്റിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമ്മൾ മലയാള മനോരമയിലേക്ക് പോകുന്നു. കൊച്ചി സ്മാർട്ട് സിറ്റിയിലേക്ക് എത്തുന്നതിന് മുൻപ് ജില്ലാ ഭരണകൂടവും പോലീസും നോക്കി നിന്നു, ഞങ്ങളടയ്ക്കും വഴിയെല്ലാം എന്ന തലക്കെട്ടിൽ ഇന്നലെ പാളയം ഏരിയ സമ്മേളനത്തിന് റോഡടച്ച് സ്റ്റേജ് നിർമ്മിച്ച CPM-ന്റെ പ്രവൃത്തിയാണ് പത്രം പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത്. വഞ്ചിയൂരിൽ കോടതിയുടെ തൊട്ടുമുന്നിലുള്ള ഒരു പാത പൂർണ്ണമായും CPM വേദി കെട്ടി അടച്ചു. അതാണ് വാർത്തയായി കൊടുത്തിരിക്കുന്നത്. ആ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ജനമൊരു വഴിക്കായി എന്ന അടിക്കുറിപ്പോടെ തിരുവനന്തപുരത്ത് CPM പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിനായി ഉപ്പിടാമൂട് ജനറൽ ആശുപത്രി റോഡിൻ്റെ ഒരു ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തി റോഡിൽ ഒരു സ്റ്റേജ് നിർമ്മിച്ചത് പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. വൈകിട്ടോടെ സമ്മേളനം തുടങ്ങിയപ്പോൾ വലിയ ആൾക്കൂട്ടം അവിടെ കസേരയൊക്കെ ഇട്ടിരിക്കുന്നതും ഗതാഗതം തടസ്സപ്പെടുന്നതും നമ്മൾ കണ്ടതുമാണ്. വാർത്ത ഇങ്ങനെയാണ്: ഭരിക്കുന്ന പാർട്ടി എന്തു നിയമലംഘനം കാണിച്ചാലും ജില്ലാ ഭരണകൂടവും പോലീസും കൈയും കെട്ടി നോക്കി നിൽക്കും. വഞ്ചിയൂരിൽ ഇന്നലെ നടന്നത് ഒടുവിലത്തെ ഉദാഹരണമാണ്. അനുമതിയില്ലാതെ റോഡ് ഗതാഗതം പൂർണ്ണമായി തടഞ്ഞു. സ്റ്റേജ് കിട്ടിയപ്പോൾ വഞ്ചിയൂർ പോലീസ് അനങ്ങിയില്ലെന്നു മാത്രമല്ല, വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ രണ്ടു വശത്തും പോലീസുകാരെയും നിയോഗിച്ചു. ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ സ്റ്റേജ് കെട്ടാൻ പാടില്ലെന്ന കോടതി നിർദ്ദേശമുണ്ടായിട്ടും ജില്ലാ ഭരണകൂടം നിയമലംഘനം കണ്ടില്ലെന്ന് നടിച്ചു. സ്റ്റേജ് നിർമ്മാണത്തിനായി വഞ്ചിയൂർ ജംഗ്ഷൻ മുതൽ ഉപ്പിടാമൂട് സമീപത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ മുൻവശം വരെയുള്ള റോഡിലെ 180 മീറ്റർ ഭാഗം ഇന്നലെ രാവിലെ മുതൽ പൂർണ്ണമായി കെട്ടിയടച്ചതോടെ പെരുവഴിയിലായത് സ്കൂൾ കുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ. CPM പാളയം ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിനു വേണ്ടിയായിരുന്നു ഇത്. അനുമതി വാങ്ങിയെന്നാണ് ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു പറഞ്ഞത്. പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് ഫണ്ട് ബോർഡ് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും വഞ്ചിയൂരിലേക്കുള്ള റോഡ് അടച്ചിരുന്നതിനാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലെന്നും ബാബു വിശദീകരിച്ചു. സ്വാഗത പ്രസംഗത്തിനിടയിലും വിശദീകരണം ആവർത്തിച്ചു. എന്തുതന്നെയാണെങ്കിലും റോഡ് കയ്യേറി വേദിയൊക്കെ നിർമ്മിച്ചു പോയത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിന് എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകിയാലും അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എത്രയെത്ര മൈതാനങ്ങൾ ആ ഭാഗത്തുണ്ട്, അവിടെ എവിടെയെങ്കിലും വെച്ച് നടത്തിക്കൂടെ എന്നൊരു ചോദ്യം പ്രസക്തവുമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് മാതൃഭൂമിയിലും ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് പാർട്ടി ജയിച്ചു ജനം തോറ്റു എന്ന തലക്കെട്ടിൽ റോഡ് കയ്യേറി CPM സമ്മേളനം എന്നാണ്. സമ്മേളനത്തിനായി ജനം സഹിച്ചത് ഇങ്ങനെ: കോടതിക്ക് മുന്നിലെ തിരക്കേറിയ റോഡിൽ പകൽ മുഴുവൻ വൻ ഗതാഗത കുരുക്ക്. സ്കൂൾ ബസ്സുകളും ജനറൽ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസുകളും തിരക്കിൽപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടുപോയ കൈക്കുഞ്ഞു വരെ വലഞ്ഞു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. പല സമയങ്ങളിലും വാഹനങ്ങളുടെ നിര 1 കിലോമീറ്റർ വരെ നീണ്ടു. റിപ്പോർട്ടർ TV തുടർച്ചയായിട്ട് ആ ദൃശ്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തതും പ്രേക്ഷകർ കണ്ടതാണ്. ഒരു കുഞ്ഞു താടിക്ക് കൈയും കൂടി തിരിപ്പുണ്ട്. ഈ പറയുന്ന ഗതാഗതക്കുരുക്കിൽ വലഞ്ഞിരിക്കുന്ന ചിത്രം കൂടി പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് അല്ലേ? പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുക? അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എത്തിയാൽ, സ്മാർട്ട് സിറ്റിയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ലീഡ്. ഇന്നലെ വാർത്താ ദിനത്തിൽ നിറഞ്ഞു നിന്ന താരവാർത്ത യഥാർത്ഥത്തിൽ സ്മാർട്ട് സിറ്റി ആയിരുന്നു. എന്താണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്ത? മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഓവറാണ്, സ്മാർട്ടല്ല. സ്മാർട്ട് സിറ്റി സർക്കാർ നീക്കത്തിൽ അടിമുടി ദുരൂഹത. അതിനകത്ത് ചീഫ് സെക്രട്ടറി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: കൊച്ചി നഗരത്തിലെ മൂല്യമേറിയ ഭൂമി വെറുതെ കിടക്കുന്നതിനാൽ കരാറിലെ വ്യവസ്ഥ പാലിച്ച് തർക്കങ്ങൾക്കിട നൽകാതെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൂല്യനിർണ്ണയം നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. നിക്ഷേപ സാധ്യത കണക്കിലെടുത്ത് എന്തു പദ്ധതി വേണമെന്ന് സർക്കാർ പിന്നീട് തീരുമാനിക്കും.
കൊച്ചി നഗരത്തിൽ 246 ഏക്കറാണ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ടീകോം എന്ന ദുബായ് ഹോൾഡിങ്ങിൻ്റെ കമ്പനിക്ക് കൊടുത്തത്. 2007 കേട്ടോ. അന്ന് ഒരു ഫ്രെയിംവർക്ക് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. 2011 പട്ടക്കരാറിൽ 91 കോടി അവർ നമുക്ക് തന്ന് 88 ശതമാനത്തോളം വരുന്ന ഭൂമി അവർക്ക് നമ്മൾ കൊടുത്തു. 12% നമ്മൾ ഫ്രീ ഹോൾഡിനായി മാറ്റിവെക്കുകയും ചെയ്തു. വാർത്ത ഇങ്ങനെയാണ്, ഞാനിങ്ങനെ വായിക്കാം. കരാർ പ്രകാരം 2021 പൂർത്തിയാകേണ്ട കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ വീഴ്ച ഒരു ഘട്ടത്തിലും ചൂണ്ടിക്കാട്ടി നടപടിയെടുക്കാതെ ടീകോമിനെ ഒഴിവാക്കാനുള്ള നീക്കത്തിൽ അടിമുടി ദുരൂഹത. പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ ടീകോം വീഴ്ച വരുത്തിയാൽ അവരുടെ നിക്ഷേപവും മുടക്കുമുതലും ഉൾപ്പെടെ കണ്ടുകെട്ടാമെന്ന കരാർ വ്യവസ്ഥ ഒഴിവാക്കിയാണ് അവർക്ക് കൂടി സമ്മതമായ മൂല്യനിർണ്ണയ രീതി സ്വീകരിക്കാനും നഷ്ടപരിഹാരം നൽകാനുമുള്ള വ്യവസ്ഥ സർക്കാർ സ്വീകരിച്ചത്. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട 3-അംഗ കമ്മിറ്റിയിൽ സ്മാർട്ട് സിറ്റി മുൻ CEO ബാജു ജോർജിനെ ഉൾപ്പെടുത്തിയതും സർക്കാരിന്റെ നീക്കം സംശയത്തിലാക്കുന്നു. ഈ ബാജു ജോർജൊക്കെയാണ് ഇതിൻ്റെ സ്മാർട്ട് സിറ്റിയുടെ മുൻ CEO ആയിട്ടിരുന്നത്. കാര്യമായിട്ടൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. 90,000 തൊഴിലാണ് വാഗ്ദാനം ചെയ്തത്. 8,000 തൊഴിലിൽ അവസാനിച്ചു. 88 ലക്ഷം ചതുരശ്ര അടിയാണ് അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ 6 ലക്ഷം കൊണ്ടത് അവസാനിച്ചു. അപ്പോൾ കണ്ടുകെട്ടാം, പക്ഷേ വേണ്ട. ടീകോം വീഴ്ച വരുത്തിയാൽ സർക്കാരിന് സാഹചര്യം പരിഗണിച്ച് 3 മാർഗം തേടാം. ഇതിൽ സർക്കാർ തിരഞ്ഞെടുത്തത് പക്ഷേ ടീകോമിന് കൂടി അനുകൂലമായ 2ാമത്തെ മാർഗമാണ്. 1, സർക്കാരിനുള്ള ഓഹരി സ്വതന്ത്ര മൂല്യനിർണ്ണയത്തിലൂടെ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ടീകോമിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാം. ഭൂമിയുടെ പാട്ടം റദ്ദാക്കുകയും ടീകോമിന്റെ ഓഹരികൾ സർക്കാരിന് സ്വതന്ത്ര മൂല്യനിർണ്ണയത്തിലൂടെ ഏറ്റെടുക്കുകയും ചെയ്യാം. ടീകോം നൽകിയ പാട്ടത്തുക ഉൾപ്പെടെ അവരുടെ നിക്ഷേപവും ചെലവും കണക്കിലെടുക്കണം. ടീകോമിന്റെ നിക്ഷേപം, ചെലവ്, മുടക്കുമുതൽ എന്നിവയെല്ലാം സർക്കാരിന് കണ്ടുകെട്ടാം. ഇതാണ് 3ാമത്തത്. ഇതാണ് വേണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ടീകോമിന്റെ മുഴുവൻ പാട്ടത്തുക അടക്കമുള്ള സംഭവങ്ങളും നിക്ഷേപവും ചെലവും ഇതെല്ലാം സർക്കാരിന് കണ്ടെത്താം. പക്ഷേ പാട്ടത്തുക കണ്ടെത്താനൊന്നും കഴിയില്ല. അത് പിന്നീട് കോടതിയിലേക്ക് പോകും. അങ്ങനെ പോയാൽ പിന്നെ നൂലാമാലകളിൽ കുടുങ്ങുന്ന സാഹചര്യവും ഉണ്ടാവും. പ്രത്യേകിച്ച് കോവിഡ് അടക്കമുള്ള ഒരു സാഹചര്യം, അന്താരാഷ്ട്ര സാമ്പത്തിക ക്രൈസിസ്, ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. കോടതി കയറിയാൽ ഇത് ടീകോം ഉന്നയിക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ. ചെറിയ പൈസയൊന്നുമില്ലല്ലോ. 91 കോടിയാണ് പാട്ടത്തുക. മാത്രമല്ല 6 ലക്ഷം ചതുരശ്ര അടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലവാക്കിയ പൈസയൊക്കെയുണ്ട്. മാതൃഭൂമി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നഷ്ടപരിഹാരം വെറുതെയോ, സ്മാർട്ട് സിറ്റിയിൽ വീഴ്ച ടീകോമിന്, നഷ്ടപരിഹാരം നൽകുന്നതിന് എതിരെ പ്രതിപക്ഷം. നഷ്ടപരിഹാരം നൽകേണ്ടത് കരാർ വ്യവസ്ഥ സർക്കാർ ലംഘിച്ചാൽ മാത്രം. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ടീകോം ഒഴിയുമ്പോൾ സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചത് കരാറിന് വിരുദ്ധമെന്ന ആരോപണം. കരാർ ലംഘനം ഉണ്ടായാൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയുണ്ടായിരിക്കെ അതിന് വിരുദ്ധമായ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. സർക്കാർ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായാൽ മാത്രമേ ടീകോമിന് നഷ്ടപരിഹാരം നൽകേണ്ടതുള്ളൂ. 10 വർഷത്തിനകം 90,000 തൊഴിലവസരങ്ങളും 8.8 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 88 ലക്ഷം ചതുരശ്രയടി IT ഇതര സ്ഥാപനങ്ങളുടെ വ്യവസ്ഥയും പാലിക്കാത്തതിനാൽ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തം. പ്രത്യേക സാമ്പത്തിക മേഖലയുടെ വിജ്ഞാപനത്തിലോ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിലോ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിലോ വീഴ്ച വന്നെങ്കിൽ മാത്രമാണ് സർക്കാർ ടീകോമിന് നഷ്ടപരിഹാരം നൽകേണ്ടത്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ അതേസമയം കരാർ പ്രകാരം ടീകോം ഉറപ്പുവരുത്തേണ്ട 10 വർഷത്തിന് ശേഷമുള്ള നിബന്ധനകളൊന്നും പാലിക്കാൻ നിർഭാഗ്യവശാൽ ടീകോമിന് സാധിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്തിനാണ്? പക്ഷേ ആ വാക്ക് ഒരു തർക്കമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരമല്ല, പകരം ടീകോം എന്ന കമ്പനി എന്താണോ ഇവിടെ മുടക്കിയത് ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കുക, അത് സർക്കാർ ആ ഓഹരി പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുക എന്നതാണ് ഉദ്ദേശം. അതല്ലാതെ കോടതികളിലേക്ക് പോയാൽ സ്വാഭാവികമായും വർഷങ്ങൾ നീണ്ടേക്കാം ഇതിൻ്റെ ലിറ്റിഗേഷൻ എന്നതാണ്. ഇനി മാധ്യമത്തിൽ ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്മാർട്ട് സിറ്റിയിൽ ടീകോമിനെ ഒഴിവാക്കൽ ഓവർ സ്മാർട്ട് നഷ്ടപരിഹാരം എന്ന തലക്കെട്ടിലാണ്. നഷ്ടപരിഹാരം കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമെന്ന പ്രതിപക്ഷം. ടീകോമിനെ ഒഴിവാക്കിയ ശേഷം പുതിയ സംരംഭകരെ കണ്ടെത്താൻ നീക്കം. ഒരു കാർട്ടൂൺ കൂടിയുണ്ട്. ഇപ്പം ശരിയാക്ക എന്ന് പറഞ്ഞാൽ പോരാ, എപ്പം ശരിയാക്ക എന്ന് ഇപ്പം പറയണം എന്ന് പറയുന്ന ഒരു കാർട്ടൂണുണ്ട്. നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ പണിഞ്ഞതിൻ്റെ കാശ് തന്ന് ഞങ്ങളെ അങ്ങ് വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. സ്മാർട്ട് സിറ്റിയുമായിട്ട് വരുന്ന കുതിരവട്ടം പപ്പുവിൻ്റെ ഡയലോഗാണ് യഥാർത്ഥത്തിൽ പത്രം ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും കരാറിലെ 722 എന്ന വ്യവസ്ഥ പ്രകാരം കമ്പനി പിന്മാറുന്ന പക്ഷം അവർ സർക്കാരിന് നഷ്ടപരിഹാരമല്ല, അവരുടെ ഹോൾഡിങ്സിലെയും അവരുടെ ഈ പറയുന്ന നിക്ഷേപവും ഒക്കെയായി ബന്ധപ്പെട്ട് ഓഹരി പൂർണ്ണമായും സർക്കാരിന് ഏറ്റെടുക്കാം എന്നതാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഹിന്ദു പത്രത്തിൽ ആ വാർത്തയുടെ ആംഗിൾ പക്ഷേ ഒന്ന് വ്യത്യസ്തമാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി പ്രൊജക്ട് ഹാസ് നോട്ട് ബീൻ അബാൻഡൻഡ്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്, കോട്ട് ചെയ്യുന്നത് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്
രാജീവിനെയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്. പി രാജീവ് പറഞ്ഞതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ദ ലാൻഡ് ഇൻ കൊച്ചി വിൽ ബി ഫുള്ളി യൂട്ടിലൈസ്ഡ് അണ്ടർ ദി ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കൊച്ചിയിലെ ഈ ഭൂമി പൂർണ്ണമായിട്ടും ഉപയോഗിക്കും. ഹി ടോൾഡ് അദ്ദേഹം മുംബൈയിലാണ് ഇപ്പോഴുള്ളത്. ദ ഗവൺമെന്റ് ഹി സെഡ് പ്ലാൻ ടു അലോക്കേറ്റ് ദ ലാൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് IT കമ്പനീസ് അവൈറ്റിംഗ് സ്പേസ് ഇൻ കൊച്ചി. സംഭവം ശരിയാണ്. തൊട്ടപ്പുറത്തുള്ള ഇൻഫോ പാർക്കിൽ 70,000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. 582-582 സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആകെയുള്ളതാവട്ടെ 9.1 ലക്ഷം സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. അവിടേക്കാണ് ഇത്രയും വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലം കണ്ണായി വെറുതെ കിടക്കുന്നത്. ദ മിനിസ്റ്റർ alleged that TCOM had not made significant investment outside Dubai. ദുബായിക്ക് പുറത്ത് TCOM ഇപ്പോൾ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നില്ല. ഇൻവെസ്റ്റേഴ്സ് need not be concerned as the project will not be abandoned. നിക്ഷേപകരാർക്കും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനകം തന്നെ നിക്ഷേപമായിട്ട് വന്നിരിക്കുന്ന ആളുകളുണ്ട്. കുറച്ച് കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 10,000-ഓളം തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. അവരാരും ആശങ്കയിലാകേണ്ടതില്ല എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞതാണ് പത്രം ലീഡ് വാർത്തയെ നൽകുന്നത്. എന്നാൽ അതേസമയം പ്രതിപക്ഷത്തിൻ്റെ ആരോപണവും പത്രം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്ത ദേശാഭിമാനിയിലുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത ഉരുൾപൊട്ടി രോഷം എന്നുള്ളതാണ്. 60,000 പേർക്ക് കൂടി മുൻഗണനാ കാർഡ് വരുന്നു. ഫ്രാൻസിൽ മിഷേൽ ബാർണിയ സർക്കാർ ഇന്നലെ നിലംപൊത്തിയിരുന്നു. ആ വാർത്തയുണ്ട്. കളർ കോഡ് വാർത്തയുണ്ട്. ക്രിസ്മസ് പുതുവത്സര ചന്തയുണ്ട്. സ്മാർട്ട് സിറ്റി ദേശാഭിമാനിയിൽ ഒരു പേജിൽ, ആദ്യ പേജിൽ ഒന്നും നമ്മൾ കാണുന്നില്ല. ഉൾപേജിലുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.